Next topic is battery. Battery is defined as a combination of individual cells. ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും. സെൽസിന്റെ കോമ്പിനേഷനെയാണ് നമ്മൾ ബാറ്ററി എന്ന് വിളിക്കുന്നത്. Batteries have three parts. One is anode, another is cathode, and the third part is electrolyte. A battery is a device that produces electrons through electrochemical reaction. Electrochemical reactionന്റെ ഭാഗമായി ഇലക്ട്രോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസിനെയാണ് നമ്മൾ ബാറ്ററി എന്ന് പറയുന്നത്. There are two category of battery. ബാറ്ററിയെ നമ്മൾ സിമ്പിൾ ആയിട്ട് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് രണ്ട് കാറ്റഗറി ആയിട്ട് ബാറ്ററിയെ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് പ്രൈമറി ബാറ്ററീസ്, രണ്ട് സെക്കൻഡറി ബാറ്ററീസ്. പ്രൈമറി ബാറ്ററീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി റിമോട്ടുകളിലെല്ലാം ഉപയോഗിക്കുന്ന, ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്ന ആ ചെറിയ ബാറ്ററി, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൈമറി ബാറ്ററി എന്ന് പറയുന്നത്. നോർമലി നമ്മൾ ആ ബാറ്ററി യൂസ് ചെയ്യും, അതിൻ്റെ ചാർജ് കഴിഞ്ഞാൽ ആ ബാറ്ററി നമ്മൾ മാറ്റും, മറ്റൊരു ബാറ്ററി യൂസ് ചെയ്യും. അത്തരം ബാറ്ററികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൈമറി ബാറ്ററി. എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡ്രൈ സെൽ, ഫ്ലാഷ് ലൈറ്റ് ബാറ്ററീസ്. ഈ ബാറ്ററി സ്വാഭാവികമായിട്ടും അത് റീചാർജബിൾ അല്ല. ഒരിക്കൽ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് റീചാർജ് ചെയ്യാൻ കഴിയില്ല. സോ ദാറ്റ് ബാറ്ററീസ് ആർ നോൺ റീചാർജബിൾ. കെമിക്കൽ റിയാക്ഷൻസ് ആർ നോൺ റിവേഴ്സിബിൾ. ആ ബാറ്ററിക്ക് അകത്ത് നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസിന് റിവേഴ്സിബിൾ അല്ല. നോർമലി ഈ റിവേഴ്സിബിൾ ആകുമ്പോഴാണ് നമുക്കൊരു ബാറ്ററിയെ റീചാർജ് ചെയ്യാൻ സാധിക്കുന്നത്. സിംഗിൾ യൂസ് ബാറ്ററീസ് ആണിത്. ഈ ബാറ്ററിയെ നമ്മൾ പ്രൈമറി ബാറ്ററി എന്ന് പറയുന്നു. രണ്ടാമത് സെക്കൻഡറി ബാറ്ററീസ്. നമ്മൾ വീടുകളിലൊക്കെ ഇൻവെർട്ടറുകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററി, വാഹനങ്ങളിൽ ചാർജിന് ഉപയോഗിക്കുന്ന ബാറ്ററി, ആ ഒരു ബോക്സ് ടൈപ്പുള്ള ബാറ്ററിയെ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി ബാറ്ററീസ്. ഈ ബാറ്ററികളെല്ലാം റീചാർജബിൾ ആണ്. എക്സാമ്പിൾ ലെഡ് ആസിഡ് ബാറ്ററി. ഇതിലുള്ള കെമിക്കൽ റിയാക്ഷൻസ് റിവേഴ്സിബിൾ ആണ്. നിങ്ങൾക്ക് ആ ബാറ്ററികളെ ചാർജ് ചെയ്യാൻ പറ്റും. ആ ചാർജ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ വൈദ്യുതി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ദെൻ അതിനെ നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റും. സോ ദിസ് ടൈപ്പ് ഓഫ് ബാറ്ററി ഈസ് കാൾഡ് സെക്കൻഡറി ബാറ്ററീസ്. യൂസസ് ഓഫ് സ്റ്റോറേജ് ബാറ്ററീസ്. ബാറ്ററികളുടെ ഉപയോഗം. സ്റ്റോറേജ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ്ഡ് ഫ്രം സോളാർ എനർജി. സ്റ്റോറേജ് ഓഫ് ഇലക്ട്രിക് എനർജി ആണ് ബാറ്ററിയുടെ ബേസിക് യൂസ് എന്ന് പറയുന്നത്. സോളാർ എനർജി സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം ബാറ്ററികൾ യൂസ് ചെയ്യാറുണ്ട്. പ്രൊപ്പൽഷൻ ഓഫ് റോഡ് വെഹിക്കിൾസ്. വാഹനങ്ങളിൽ ഇത്തരം ബാറ്ററികൾ യൂസ് ചെയ്യുന്നുണ്ട്. ലോഡ് ലെവലിംഗ് ഇൻ ഇലക്ട്രിക്കൽ യൂട്ടിലിറ്റീസ്. UPS അതുപോലെയുള്ള ഡിവൈസുകളിലെല്ലാം നമ്മൾ ഇത്തരം ബാറ്ററികൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ഫിക്സ്ഡ് വോൾട്ടേജ് കൃത്യമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത്തരം ബാറ്ററികൾ യൂസ് ചെയ്യുന്നുണ്ട്. വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ഒഴിവാക്കുന്നതിന് ഭാഗമായിട്ടൊക്കെ ഇത് യൂസ് ചെയ്യും. ഡെഫിനിഷൻ ഓഫ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് റിഗാർഡിംഗ് ബാറ്ററി. ബാറ്ററി എന്ന് പറയുന്ന കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. അത് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തു പോകും. ഒന്ന് OCV, ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്. ഒരു ബാറ്ററിക്ക് ലോഡായിട്ട് കണക്ട് ചെയ്തിട്ടില്ല എങ്കിൽ അതിനകത്തുള്ള ടെർമിനൽ വോൾട്ടേജിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്. ദാറ്റ് മീൻസ് ദ ടെർമിനൽ വോൾട്ടേജ് വിത്ത് നോ ലോഡ്. ബാറ്ററിക്ക് അക്രോസ് ആയിട്ട് ഒന്നും കണക്ട് ചെയ്യാത്തപ്പോഴുള്ള വോൾട്ടേജ്. ആ ഒരു കേസിൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ഇൻഫിനിറ്റി. ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ അത് നമ്മൾ കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുന്നത്, ഒരു ബാറ്ററി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പോസിറ്റീവ് പാർട്ട് ഉണ്ടാവും, നെഗറ്റീവ് പാർട്ട് ഉണ്ടാവും. ഈ പോസിറ്റീവ് പാർട്ടും നെഗറ്റീവ് പാർട്ടും നമ്മൾ ഒരു ബൾബ് വഴിയൊക്കെ കണക്ട് ചെയ്യുമ്പോഴാണ് ആ ബൾബ് നോർമലി പ്രകാശിക്കുന്നത്, കത്തുന്നത്. ഒന്നും കണക്ട് ചെയ്യാത്ത കേസിലുള്ള അതിലുള്ള ബാറ്ററി, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് OCV എന്ന് പറയുന്നത്. ഒന്നും കണക്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് കണക്ട് ചെയ്യപ്പെടുന്നത് ബൈ യൂസിങ് എയർ ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻഫിനിറ്റി. ലോഡ് റെസിസ്റ്റൻസ് ഈസ് ഇൻഫിനിറ്റി.
നെക്സ്റ്റ് പോയിന്റ്, എനർജി കപ്പാസിറ്റി ഓഫ് ബാറ്ററി. ഒരു ബാറ്ററിയുടെ എനർജി കപ്പാസിറ്റിയെ 3 വിധത്തിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ദർ ആർ 3 ടൈപ്സ്. എനർജി സ്റ്റോർഡ്, എനർജി സ്റ്റോർഡ് പെർ വെയിറ്റ്, എനർജി സ്റ്റോർഡ് പെർ വോളിയം. എനർജി സ്റ്റോർഡ് എന്നാണെങ്കിൽ പറയുന്നതെങ്കിൽ അതിന്റെ യൂണിറ്റ് വാട്ട് ഹവേഴ്സ് ആണ്. എനർജി സ്റ്റോർഡ് പെർ വെയിറ്റ് എന്ന രീതിയിലാണെങ്കിൽ വാട്ട് ഹവേഴ്സ് പെർ കിലോഗ്രാം. എനർജി സ്റ്റോർഡ് പെർ വോളിയം എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ വാട്ട് ഹവേഴ്സ് പെർ മീറ്റർ ക്യൂബ്. ഈ 3 രീതിയിലും ഒരു ബാറ്ററിയുടെ എനർജി കപ്പാസിറ്റിയെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. നെക്സ്റ്റ് പോയിന്റ് ഈസ് എനർജി എഫിഷ്യൻസി. Energy efficiency of a battery is equal to useful energy out divided by recharge energy. Next point is power capacity. Power capacity means rate at which stored energy can safely taken out. The rate at which stored energy can safely taken out. That's called power capacity. Specific power of a battery, which means the maximum rated power output per kilogram the battery can supply. Maximum rated power output per kilogram the battery can supply. Next point is cycle life. Cycle life of battery. That means the number of times the battery can be charged and discharged under specific conditions. എത്ര സമയം നമുക്കൊരു ബാറ്ററിയെ ചാർജ് ചെയ്യാനും ഡിസ്ചാർജ് ചെയ്യാനും സാധിക്കുന്നു. ഫോർ എക്സാമ്പിൾ, സൈക്കിൾ ലൈഫ് 500 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ബാറ്ററിയെ 500 തവണ അതിനെ ചാർജ് ചെയ്യാനും ഡിസ്ചാർജ് ചെയ്യാനും സാധിക്കും. എത്ര തവണ നമുക്കൊരു ബാറ്ററിയെ ചാർജ് ചെയ്യാനും ഡിസ്ചാർജ് ചെയ്യാനും സാധിക്കും എങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് സൈക്കിൾ ലൈഫ് എന്ന് പറയുന്നത്. How many times we can recharge a battery? That's it. Number of times the battery can be charged and discharged under specific condition. Advantages of battery for bulk storage. നമ്മൾ ബാറ്ററിയെ ബൾക്ക് സ്റ്റോറേജ് ഡിവൈസസ് ആയിട്ട് ഉപയോഗിക്കുന്നു. അതിനു കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തെല്ലാം? ഒന്നാമത്തെ നേട്ടം എന്ന് പറയുന്നത്, നമ്മളിന്ന് ഇലക്ട്രിസിറ്റി ബാറ്ററി ഉപയോഗിച്ചുള്ള കാറുകൾ, വാഹനങ്ങളൊക്കെ നിരത്തിലിറങ്ങിയിട്ടുണ്ട്. സോ ഇറ്റ് റെഡ്യൂസസ് ദ പ്രോബ്ലംസ് ഡ്യൂ ടു ഓയിൽ ഷോർട്ടേജ്. പെട്രോൾ ഷോർട്ടേജ്, ഡീസൽ, ഇന്ധന ലഭ്യത കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു ഇഷ്യൂ ഇതിന് സോൾവ് ചെയ്യാൻ സാധിക്കും. ദാറ്റ് മീൻസ് ഇറ്റ് റെഡ്യൂസസ് ദ പ്രോബ്ലം ഡ്യൂ ടു ഓയിൽ ഷോർട്ടേജ്. ലോവർ ദ കോസ്റ്റ് ഓഫ് ഇലക്ട്രിക് എനർജി. Lower the cost of electric energy by saving in fuel cost and improved utilization of capital equipment. Lower capital cost of batteries. Next, decreasing environmental pollution by reduction of noise, air pollution, etc. നമ്മൾ ബൾക്ക് സ്റ്റോറേജ് ബാറ്ററി ഉപയോഗിക്കുന്നതുകൊണ്ട് വാഹനങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ ഓയിൽ ഷോർട്ടേജിന്, ഇന്ധന ലഭ്യത നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഓയിൽ ഷോർട്ടേജിന് നമുക്ക് ഒരുവിധം ഓവർകം ചെയ്യാൻ സാധിക്കും. ഇലക്ട്രിസിറ്റിയിൽ നമുക്ക് വലിയ രീതിയിലുള്ള റിഡക്ഷൻസിന് ഇത് സഹായിക്കും. നമ്മൾ സോളാർ സെല്ലുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ആ ബാറ്ററി സ്റ്റോറേജ് ഡിവൈസായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇലക്ട്രിസിറ്റി ബില്ല് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. റീചാർജബിൾ ബാറ്ററി ആയതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ കോസ്റ്റിന് ആ രീതിയിൽ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. എൻവിറോൺമെന്റൽ പൊല്യൂഷൻ, പല രീതിയിലുള്ള നോയിസ് പൊല്യൂഷനുകളുണ്ട്. ജനറേറ്റർ എല്ലാം വർക്ക് ചെയ്യുന്ന സൗണ്ട് പൊല്യൂഷൻസ് ഉണ്ട്, എയർ പൊല്യൂഷനാണ്, ഇന്ധനം കത്തുന്ന രീതിയിലുള്ള, ഇതെല്ലാം റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. എസ്തെറ്റിക് കൺസർവേഷൻ, മറ്റ് ഇന്ധനങ്ങൾ കാരണമായിട്ടുള്ള ഡിസ്റ്റർബൻസുകളുണ്ട്, പുക മലിനീകരണങ്ങളുണ്ട്, ഇതെല്ലാം ഉണ്ടാക്കുന്ന എസ്തെറ്റിക് ഇഷ്യൂകളുണ്ട്. അത്തരം ഇഷ്യൂകളെ നമുക്ക് ഇതുവഴി സോൾവ് ചെയ്യാൻ സാധിക്കും. അനദർ തിങ് ഈസ് കൺസിഡറബിൾ സേവിങ് ഇൻ പവർ ട്രാൻസ്മിഷൻ. വൈദ്യുതി ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൽ ജനറേറ്റ് ചെയ്ത് നമ്മുടെ വീട്ടിൽ എത്തുമ്പോഴേക്ക് ഒരുപാട് ട്രാൻസ്മിഷൻ ലോസ് ഉണ്ട്. ഈ ട്രാൻസ്മിഷൻ ലോസ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും ബൈ യൂസിങ് ബാറ്ററി. ഇഫ് യു ആർ യൂസിങ് ബാറ്ററി ഫോർ എ സോളാർ പവർ പ്ലാന്റ്, അവിടെ ഈ ട്രാൻസ്മിഷൻ ലോസ് ഇല്ല. സോളാർ പവർ പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമുക്കവിടെ എനർജി സേവ് ചെയ്യാൻ സാധിക്കും. ഷോർട്ടർ ടൈം ഫോർ കൺസ്ട്രക്ഷൻ. ബാറ്ററിയെ സംബന്ധിച്ചിടത്തോളം കൺസ്ട്രക്ഷൻ ടൈം വളരെ ചെറുതാണ്. റിലയബിലിറ്റി ഇൻ പവർ എമർജൻസി ആൻഡ് റെഗുലേഷൻ.
നമുക്കറിയാം ഒരു ഇൻവെർട്ടറിനെ സംബന്ധിച്ചിടത്തോളം ബാറ്ററി ഉപയോഗിച്ചാണ് നമ്മുടെ പവർ ഫെയിലിയർ സമയത്ത് ആ ഇൻവെർട്ടർ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇത്തരം സാഹചര്യങ്ങളിൽ ഇതിനെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. അതുപോലെ അൺഇൻറ്ററപ്റ്റഡ് പവർ സപ്ലൈസ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. UPS ബാറ്ററി റെഗുലേറ്റഡ് പവർ സപ്ലൈസ് ഒരു 200 വോൾട്ട് അല്ലെങ്കിൽ 220 വോൾട്ട് ഫിക്സഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ക്യാൻ ബി പ്രൊവൈഡഡ് ബൈ യൂസിങ് എ ബാറ്ററി. സോ ഇത്തരം സാധ്യതകളുണ്ട്.